ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സാലിയാസ് വേൾഡ്. അപ്പോൾ അതാ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ച് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. കാക്ക എന്താ നേരത്തെ പോണ ദിവസം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടാക്കി വെച്ച് ഇക്കാക്ക രാവിലെ കടി കഴിക്കില്ല, നേരത്തെ പോണ ദിവസം ബിസ്ക്കറ്റും ചായയും മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ. 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ആ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതാ 6 മണി ആവാനായി ഇക്കാക്ക ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇക്കാക്ക ഇറങ്ങി ഇക്കാക്ക പോവുകയാണ്. അപ്പോൾ നേരെ വെളിച്ചം വെക്കണുള്ളൂ കേട്ടോ. അങ്ങനത്തെ ദിവസം മാത്രമാണ് കുറച്ച് നേരത്തെ എണീക്കുക. ഡ്യൂട്ടിക്ക് അനുസരിച്ചാണ് എൻ്റെ എണീക്കലൊക്കെ. അപ്പോൾ ഇതാ ഇക്കാക്ക കണ്ട് പോയിട്ട് വേണം ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ. മോളും നല്ല ഉറക്കമാണ്. അപ്പോൾ ഓളും ഉറങ്ങി എണീക്കുമ്പോഴത്തേന് ഇനി ബാക്കിയുള്ളതൊക്കെ കഴിക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ ഗേറ്റൊക്കെ പോയിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇനി പുട്ടിനുള്ളത് ഇതാക്കണം, അല്ലെങ്കിൽ നേരത്തെ തന്നെ കടിയാവും. ഇക്കാക്കക്ക് വേണ്ടാന്നാണ്. ചില ദിവസം മാത്രമേ കഴിക്കുള്ളൂ രാവിലെ പോകുമ്പോൾ, മിക്കവാറും ദിവസം കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതാ പുട്ടിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വറ്റിട്ടാണ് പുട്ടുണ്ടാക്കൽ. നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയണതാണ്. അപ്പോൾ ഞാനൊരു ഉച്ച വരെയുള്ളൊരു കാര്യങ്ങൾ മാത്രമേ ഇന്ന് കാണിക്കുന്നുള്ളൂ വീഡിയോയിൽ. പക്ഷേ എല്ലാം ഫുള്ളായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ മോളെ ഫുഡും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ട് നനക്കാൻ വേണ്ടിയിട്ട് ഇതാ പുട്ട് പൊടിയൊക്കെ നമ്മൾ ഒറ്റയൊക്കെ അരച്ചിട്ട് പുട്ട് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചുട്ടെടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറുപയറായിരുന്നു കറിക്ക്. അപ്പോൾ ഞാനത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അത് വന്നിട്ട് അതിന് ശേഷം അതൊന്ന് ഞങ്ങൾക്ക് ഇവിടെ ചെറുപയർ കറിയാണെങ്കിൽ 2-3-4 ഐറ്റം ഉണ്ടാക്കണം. ഇക്കാക്ക രാവിലെ ചായ കുടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് കറി തേങ്ങ അരക്കണ്ട, ഇത് പുട്ടുക്കുള്ള തേങ്ങ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ടാവും, അതാണ് എളുപ്പം. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ തേങ്ങ ചിരക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാവിലെ തന്നെ തേങ്ങ ഒക്കെ ഒന്ന് ചിരകി പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കിവിടെ വീട് കാണുന്നവർക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ പുട്ട് തന്നെയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പുട്ട് തന്നെയാണ്, പിന്നെ എളുപ്പം അതാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ടുണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴമായാലും മതി കേട്ടോ. ഇന്ന കറി തന്നെ വേണമെന്നൊന്നുമില്ല. ചില ദിവസം നമ്മൾ കടലക്കറിയോ അല്ലെങ്കിൽ ചെറുപയർ എന്തെങ്കിലും ഉണ്ടാക്കുന്നു. അപ്പോൾ ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പുട്ടൊന്നിട്ട് അടുപ്പത്ത് വെക്കണം. തേങ്ങയും അതേപോലെ തന്നെ കുറ്റിയിൽ തന്നെ ഉണ്ടാക്കൽ. പുട്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടാണ്. അതിന് ശേഷം ഇതാ ചായ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചായക്ക് മുക്കാമെന്ന് വിചാരിച്ചു. പഞ്ചസാര അതേപോലെ ചായപ്പൊടി ഇട്ടു. ഞങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം ചായ വേണം, എപ്പോഴും ചായ ഉണ്ടാവും ഇവിടെ. അപ്പോൾ അതിനനുസരിച്ചുള്ള അളവിലാണ് നമ്മൾ ചായ മുക്കുക. വലിയ പാത്രത്തിൽ 2-3 പാത്രത്തിൽ ചായ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് ആദ്യം തന്നെ ചായ മുക്കാം. ആദ്യം രാവിലെ ഒരു പാത്രം ചായ ഉണ്ടാക്കി വെക്കും. അത് പിന്നെ നീറ്റൊക്കെ ഇപ്പോൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചൂടാറി കിട്ടാനൊക്കെ നല്ല തിളച്ച ചായ ആവില്ല. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതാ ചായയൊക്കെ മുക്കിയിട്ടുണ്ട്. അതിൽ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലാസ്ക്കൊക്കെ പടി മുക്കും. അത്രയുള്ള അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചു. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് പുട്ടുണ്ട് കേട്ടോ. ഇനി വേണം ബാക്കി ഫ്ലാസ്ക്കൊക്കെ മുക്കാൻ. പിന്നെ അപ്പോൾ ഇതിന് കുറച്ചും പാടി വെള്ളം വെച്ചിരുന്നു തിളച്ച്. അപ്പോൾ ഫ്ലാസ്ക്കൊക്കെ പാടി മുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഫ്ലാസ്ക്കൊക്കെ പാടി അത് മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഫ്ലാസ്ക്കൊക്കെ മുക്കി വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ചുടുവെള്ളത്തിന് കഴിച്ചു എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ രാവിലെ നീറ്റതിന് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ നീക്കുമല്ലോ. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും അതേപോലെ തന്നെ ബിസ്ക്കറ്റും കഴിക്കാമെന്ന് വിചാരിച്ച് കാക്ക പോകുമ്പോൾ ദേശീയ ചാന കുടിച്ചത്. അപ്പോൾ പിന്നെ ഞാനും 2 ബിസ്ക്കറ്റൊക്കെ എടുത്ത് ചായ കുടിക്കാൻ നിന്നിട്ടാണ്. അപ്പോൾ തന്നെ ഏകദേശം നമ്മളെ പൊട്ടിച്ചൂടലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനി ചെറുപയറൊക്കെ ഒന്ന് കറി ഉണ്ടാക്കിയിട്ട് വേണം, വേവിച്ച് വെച്ചിട്ടുള്ളൂ, കടുക് വറുത്തിട്ടൊന്നുമില്ല. പിന്നെ പാത്രങ്ങളുണ്ട് കുറച്ച് മോറാൻ. അപ്പോൾ പിന്നെ ഞാനെല്ലാം കൂടി ലാസ്റ്റാണ് മോറാന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ചെറുപയറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് കടുകിട്ട് വറക്കണം. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ എനിക്ക് കറീനെക്കാട്ടിലും ഇഷ്ടം മധുരം ഇട്ടിട്ട് തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് കഴിക്കണതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ചെയ്യണം. അപ്പോൾ ഉമ്മാക്ക് ഇപ്പം മധുരമില്ലാത്ത ചായക്ക് പകരം ഞങ്ങൾ ജീരകപ്പൊടി ഇട്ടിട്ടുള്ള ചായ തന്നെ കൊടുക്കൽ. ഗ്യാസിനും നല്ലതാണ്. അതേപോലെ മധുരം ഇടാത്ത ചായനക്കായി നല്ലത് ചൂടുവെള്ളമല്ല. അപ്പോൾ ജീരകം പൊടിച്ച് വെച്ചത് കേട്ടോ. അതിൻ്റെ ചായ ആണെങ്കിൽ ഗ്യാസിനും നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയാണ് കുടിക്കൽ. അന്ന് മാത്രമേ കാക്കി അങ്ങനെ തന്നെയല്ല കുടിക്കൽ. നമുക്കൊന്നും അത് പറ്റാത്തുള്ളൂ.
അപ്പോൾ അതിനുള്ളത് അത് മുക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് പരിപാടികളാണ് ഉണ്ടാവുക. മെയിനായിട്ട് ചായ, അതേപോലെ തന്നെ കടി, ചോറിനുള്ളത് നോക്കും. മെയിനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഈ രാവിലത്തെ ഈ തിരക്കിട്ട പണികൾ. പിന്നെ അതാ തേങ്ങ രാവിലത്തെ ചിരകിയതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം എടുക്കും. കൂടുതലും തേങ്ങ ചിരകി വെക്കലാണ്. അപ്പോഴത്തേന് ഞാൻ അരി തീമിട്ടിട്ടുണ്ട്, അതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം ഈ കടുകൊക്കെ ഒന്ന് വറക്കാമെന്ന് വിചാരിച്ചു കറി. അപ്പോൾ അതിന് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നോർമലി ഇതാക്കണമായി തന്നെ കടുകിട്ട് പൊട്ടിച്ച്, അതേപോലെ തന്നെ ചുവന്ന മുളകും വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കും. എന്നിട്ട് നമ്മൾ ചെറുപയർ വെച്ചിട്ടുള്ള കറി ഒന്ന് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ചുവന്ന മുളകൊക്കെ ഒന്ന് ചുവന്നതിന് ശേഷം നമ്മൾ ചെറുപയർ ഒന്ന് ഇതാക്കിയെടുക്കും. അത് ഞാൻ പറഞ്ഞില്ല, ഇതിന് മൊത്തത്തിൽ ഞങ്ങളൊരു ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുക്കലുണ്ട്. 3-4 ഐറ്റത്തിലൂടെ ഉണ്ടാക്കും. അതൊക്കെ ഉള്ളിൻ്റെ മറ്റുള്ള ഇഷ്ടമല്ല, അങ്ങനെ കടുകിട്ട് വറുത്താൽ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ കുറച്ചെങ്കിലും കഴിക്കും. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ചും ഉണ്ടാക്കിക്കും. ഉപ്പാക്കണം. പിന്നെ കാക്ക ഉണ്ടെങ്കിൽ കാക്കാക്ക് തേങ്ങ അരക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് പിന്നെ കാക്കയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തേങ്ങ അരക്കണേ കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള എണ്ണ വേണ്ടിയിട്ടാണ് പിന്നെ വെച്ചിട്ടുള്ളത്. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ സാധാരണ തന്നെ മുളകും വേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടും ഉള്ളിയും കൂടി ഇടും. നമ്മൾ ചെറിയ വലിയ ഉള്ളി ഉണ്ടല്ലോ, അത് കുറച്ചിട്ടിട്ട് വഴറ്റിയെടുക്കും. എന്നിട്ട് അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇതുണ്ടാക്കൽ. അത് അത്രേ ഉള്ളൂ വ്യത്യാസം. മൊത്തത്തിലല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരുമിച്ചിട്ട് മൊത്തത്തിലാണ്ട് വഴറ്റിയെടുക്കും. മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പം പിന്നെ അങ്ങനെയാണ് ഇത്. അപ്പോൾ മഞ്ഞൾപ്പൊടി അതേപോലെ ചെറുപയറും ഇട്ടിട്ട് അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചായ കുടിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അതാ ഇത് നമ്മൾ കടുക് വറുത്തത് 2-3-4 ഐറ്റത്തിൽ. പിന്നെ ഇത് പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കണം കേട്ടോ. അത് പഞ്ചസാരയും തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് വൈകുന്നേരത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കും. പിന്നെ പാലുണ്ടാവാനും നല്ലതല്ല. അപ്പം പിന്നെ അതുകൊണ്ട് അത് 3 മാറ്റി വെച്ച് പിന്നെ ചായ എടുക്കാമെന്ന് വിചാരിച്ച് പുട്ടും അതേപോലെ തന്നെ ചെറുപയർ കറിയും കൂട്ടിയിട്ട് പുട്ടൊക്കെ തിന്നു. ഇപ്പോൾ രാവിലത്തെ ഇനിയാണ് പണിക്ക് ശരിക്കും നിൽക്കാനുള്ളത്. അപ്പം പിന്നെ വേഗം ചായ കുടിക്കുമ്പോഴാണ് കേൾക്കൂട്ടോ. അതിൻ്റെ ഇടയിൽ മോള് നീറ്റ് വരും. എത്ര പ്രാവശ്യം ഓള് നീറ്റ് വരും. പിന്നെ ഓൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും, ആരുടെയെങ്കിലുമൊക്കെ ഏൽപ്പിക്കും. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പണികളൊക്കെ നടക്കുന്നത്. പിന്നെ മോളൊരു റുട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളൊരു രാവിലെ ഓളൊപ്പ പോണക്കായി മുന്നൊന്ന് നീക്കും, അത് കഴിഞ്ഞിട്ടൊന്ന് അവിടെ തന്നെ കിടക്കും. അങ്ങനെയൊക്കെ പടയായിട്ട് അതിൻ്റെ ഇടയിൽ കൂടി നമ്മളങ്ങനെ പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഓളതൊന്നും വീഡിയോ ആയിട്ടൊന്നും ഇതുവരെ ഇടൽ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവളെ ഞാൻ ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ പാത്രങ്ങൾ ഒക്കെ ഏകദേശം കഴുകി മൂറി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂം വന്നോക്കിയപ്പോൾ ഇതാണ് റൂമിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരും പെണീറ്റ് പോയി. പിന്നെ അന്നൊക്കെ മോളെ ഡ്രസ്സൊക്കെ കൊട്ടയിൽ കഴിഞ്ഞിട്ട് വെച്ചിരുന്നു. അൽമാറയൊക്കെ മാറ്റിയിരിക്കണം. അപ്പോൾ അതാ പറഞ്ഞ് കുറച്ച് മുന്നത്തെ വീഡിയോ ഉണ്ട്. അപ്പോൾ കൊട്ടയൊക്കെ അലങ്കോലമായി കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ദിവസം ഈ വൃത്തിയാക്കി വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തികേടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോരോ ഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കും. അന്ന് കൊട്ടാകുമ്പോൾ ഇങ്ങനെ ഓരോരോ ഭാഗത്ത് വൃത്തിയിൽ ഇങ്ങനെ വെക്കലായിരുന്നു. രാത്രി ഇടുന്ന ഡ്രസ്സും അതേപോലെ തന്നെ നമ്മളെ തൊട്ടിത്തുണിയും പമ്പേഴ്സും അങ്ങനത്തെ ഓരോന്നും എല്ലാതും ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ തന്നെയെന്ന് വെച്ച് അൽമാറാകുമ്പോൾ ഒന്നും പാടി സൗകര്യമായി. അന്ന് നമ്മൾ ചെറിയ പ്രായത്തിലാകുമ്പോൾ വലിയ സാധനങ്ങളും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഷീലിയും അതേപോലെ തന്നെ ഇടുന്ന ഡ്രസ്സും ടർക്കിയും അങ്ങനത്തെ ഒക്കെ അതിൽ മടക്കി വെച്ച് ഒതുക്കി നല്ല വൃത്തിയിലുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി. അതൊന്നും പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല. മോളെ പെട്ടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചപ്പോൾ പിന്നെ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മാറ്റി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് അത്രേ ഉള്ളൂ. ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടോ. എന്നിട്ട് വേണം ഇപ്പം അടുക്കളയൊക്കെ. അപ്പോൾ ഇതാ ഏകദേശം ഉപ്പേരിക്കെല്ലാം നോക്കിയത് ഇപ്പോൾ തന്നെ മീൻ പൊരിക്കാനും ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഞാൻ ചോറ് തിന്നണതൊന്നും കാണിച്ചിട്ടില്ല ഏകദേശം. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി ഉപ്പേരി ഉണ്ടാക്കിയിട്ട് അത് മറ്റു രാവിലെ കുറച്ച് ബീട്രൂട്ടിൻ്റെ ഇത്തിരി ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു. പിന്നെ അതിന് ശേഷം ചോറ് ഏകദേശം അടുപ്പത്ത് വെന്തിട്ടുണ്ട്. മീൻ പൊരിക്കാട്ട് മീൻ കറി ഉണ്ടാക്കി. അതൊന്നും ഞാൻ വീഡിയോ കാണിക്കാൻ വിട്ടുപോയി. വീഡിയോ കാണിക്കേണ്ട ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ചുപാടി കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മളെ പണികളൊക്കെ ഏകദേശം ഒതുക്കിട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇന്ന് നാളേക്കൊക്കെ ഇഡ്ഡലിക്ക് വെള്ളത്തിലിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ. നമ്മൾ വല്ലാതെ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പിന്നെ ഇടുന്നുണ്ട്. അതുവരെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.